ഇന്ത്യയിലെ സർവ്വ നിയമങ്ങളും ലംഘിച്ച് സിറിയൻ പത്രീക്കീസ് അനധികൃതമായി തന്റെ അടിമയും കീഴ്സ്ഥാനിയുമായി നിയമിച്ചത് 1934 മലങ്കര സഭാ ഭരണഘടന അംഗീകരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിമത മെത്രാനായി നടന്ന ജോസഫ് ഗ്രിഗോറിയോസ് മെത്രാനാണ്. 1995 മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ സത്യവാങ്മൂലം നൽകി നിലനിർത്തിയ മെത്രാൻ എന്ന തലസ്ഥിതി ഇന്ത്യൻ നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കിയാണ് വിദേശ പത്രീക്കീസിന്റെ ഓഫറായ അദ്ദേഹത്തിന്റെ കീഴ്സ്ഥാനി മഫ്രിയാനയായത്. മഫ്രിയാനായത് മുതൽ സത്യത്തെ മറച്ചുവെച്ച് അസത്യ പ്രസ്താവനകൾ കൊണ്ട് PR വർക്കിലൂടെ പൊതുസമൂഹത്തെയും സർക്കാരിനെയും മറ്റ് സഭാ വിഭാഗങ്ങളെയും സർവ്വ രാഷ്ട്രീയക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തി. പുരാതന മലങ്കര യാക്കോബായ സഭയാണ് ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പുതിയ തലമുറയെയും പൊതുസമൂഹത്തെയും സർക്കാരിനെയും എന്തിന് മാധ്യമങ്ങളെ പോലും ബോധ്യപ്പെടുത്താൻ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഇന്ന് കഴിയുന്നില്ല. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും മലങ്കര സഭയെ ഇകഴ്ത്താൻ ഉതകുന്ന സ്വാധീനം യാക്കോബായ വിഭാഗം കഴിഞ്ഞ 3-3.5 കൊല്ലം കൊണ്ട് നേടിക്കഴിഞ്ഞു. അടുത്ത കാലത്ത് കോടികൾ മുടക്കി 4 ദിക്കിലും PROമാരെ വിന്യസിപ്പിക്കാൻ മലങ്കര സഭയ്ക്കും കഴിഞ്ഞു. പക്ഷേ ഫലം വല്ലതും ഉണ്ടായോ എന്ന് ചിന്തിച്ചു നോക്കണം. മെത്രാന്മാരുടെയും സ്ഥാനികളുടെയും ഫാൻസുകളാവാതെ എന്റെ സഭ പൊതുവിൽ ആക്ഷേപിക്കപ്പെടുന്നു എന്ന വികാരം ഓരോ ഓർത്തഡോക്സുകാരനും ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 2002 മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വിഘടിച്ച് പുതിയ സൊസൈറ്റി ഉണ്ടാക്കിയ CM തോമസ് അച്ഛന്റെ സഭയിൽ നിന്ന് 1912 പിരിഞ്ഞവരാണ് വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ പിന്തുടർച്ചയുള്ള ഭാരത സഭ എന്ന ബഹുജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു മുന്നേറുന്ന യാക്കോകളുടെ തന്ത്രം വിജയിച്ചത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. യാക്കോ കുഞ്ഞുങ്ങൾ പാരിതോഷികങ്ങൾ വാരിക്കോരി കൊടുത്ത് രാഷ്ട്രീയക്കാരെ വലയിലാക്കി. അതുകൊണ്ടാണ് മഫ്രിയാനയുടെ തരികിടകൾ സർക്കാർ പോലും അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധിച്ചിട്ടും കേരള സർക്കാർ യാക്കോ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്നത്? അധികാര കേന്ദ്രങ്ങളെ വരെ വിലക്കെടുക്കാൻ കഴിവുള്ളവരാണ് യാക്കോ കുഞ്ഞുങ്ങളെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു. എന്നാൽ മലങ്കര സഭയ്ക്ക് അതിനുള്ള കഴിവില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു. മലങ്കര സഭ എന്നും സത്യത്തിന്റെ പാതയിലാണ്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ദൈവം കൂടെ ഉണ്ടാകും. ഇത് ദൈവത്തിന്റെ സഭയാണ്.